റീഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോൺ മെറ്റൽസ് പഠിക്കാൻ പോകുന്നത് നൈട്രോജൻ എന്ന് പറയുന്ന നോൺ മെറ്റലിനെ പറ്റിയാണ്. അപ്പോൾ നൈട്രോജൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പോയിന്റുകളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായി കാണുന്ന വാതകം അല്ലെങ്കിൽ ഗ്യാസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നൈട്രോജനാണ്. ജീവജാലങ്ങളിലെല്ലാം തന്നെ എന്തുണ്ട്? നൈട്രോജൻ ഉണ്ട്. അതെങ്ങനെയാണെന്നറിയാവോ നിങ്ങൾക്ക്? നിങ്ങൾ പ്രോട്ടീൻ എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളതിൻ്റെ സിമ്പിൾ ഫോമായ അമിനോ ആസിഡ് എന്ന് പറയും. ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട്? നൈട്രോജൻ ഉണ്ട്. ഇവിടെ കണ്ടോ, NH2 എന്ന് പറയുന്ന ഒരു നൈട്രോ ഗ്രൂപ്പ് അതിനകത്തുണ്ട്. ഇതൊരു അമിനോ ആസിഡിൻ്റെ ഒരു ഫോർമുല നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വല്ല പ്രോട്ടീൻ ഇല്ലാത്തൊരു ജീവിതമൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പ്രോട്ടീൻ കഴിച്ചാലേ നമ്മുടെ മസിൽ എന്ത് ചെയ്യുള്ളൂ? ബിൽഡ് ചെയ്യുള്ളൂ അല്ലേ? നിങ്ങളിൽ കൂട്ടത്തിലും പലരും ഈ പറയുന്ന നമ്മുടെ നടന്മാരെ പോലെയൊക്കെ 6 പാക്ക് ഒക്കെ വയ്ക്കാൻ നോക്കി നടക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം എന്തെന്ന് പറയുന്നത് നൈട്രോജൻ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത്. അല്ലാതെ നൈട്രോജനെ കുടിക്കുക എന്നല്ല. അപ്പോൾ നൈട്രോജൻ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കാനായിട്ടുണ്ട്. അതിവിടെ പറയുന്നുണ്ട്, കണ്ടോ. നൈട്രോജൻ ഈസ് എൻ എലമെൻറ്റ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് മാത്രമല്ല നമ്മുടെ മസിൽ ഗ്രോത്തിന് ഇത് വേണം. പക്ഷേ നമുക്ക് നൈട്രോജൻ എന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ അമിനോ ആസിഡ് എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ചെടികൾക്ക് നൈട്രോജൻ ഡയറക്റ്റായിട്ട് തന്നെ കിട്ടേണ്ട ആവശ്യം ഉണ്ട്. സോയിൽ നൈട്രേറ്റിൻ്റെ രൂപത്തിലാണ് അത് കിട്ടുന്നത്. അപ്പോൾ ആ നൈട്രോജനെ പറ്റി നമുക്ക് അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഈ നൈട്രോജൻ നമ്മുടെ പീരിയോഡിക് ടേബിൾ എവിടെയാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം 7 എന്ന അറ്റോമിക് നമ്പർ പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ് ആര് കാണുന്നത്? നൈട്രോജൻ കാണുന്നത്. അപ്പോൾ നൈട്രോജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് 7 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്ത് 7 പ്രോട്ടോണുണ്ട്, 7 ന്യൂട്രോണുണ്ട്, അതുപോലെ തന്നെ എന്താണ്? 7 ഇലക്ട്രോണും ഉണ്ട്. അങ്ങനെയുള്ളൊരു നൈട്രോജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നാമത്തെ ഷെല്ലിൽ 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, 2 ഇലക്ട്രോണേ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അറിയാലോ, നമ്മൾ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് 7 പ്രോട്ടോണും ചാർജുകളില്ലാത്ത 7 ന്യൂട്രോണും ഉണ്ടാവും. അതിന് പുറത്തിങ്ങനെ ഓർബിറ്റുകളിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യത്തെ ഓർബിറ്റിൽ 2 പേരെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. രണ്ടാമത്തതിനകത്ത് നിങ്ങൾക്ക് 8 പേർക്ക് 8 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാൻ പറ്റുമെന്നറിയാം. പക്ഷെ ഇവിടെ നമുക്ക് 8ൻ്റെ ആവശ്യമില്ല അല്ലേ? കാരണം ആകെ 7 ഉള്ളൂ, അതിൽ 2 പോയി, പിന്നെ എത്രയാണ് ഉള്ളത്? 5 എണ്ണമാണുള്ളത്. അതായത് ഒരു നമ്മളൊരു നൈട്രോജൻ്റെ ഒരു ആറ്റം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 1, 2, 3, 4, 5 എന്നിങ്ങനെയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക. അവസാന ഷെല്ലിൽ 5 എണ്ണം ഉണ്ട്. നമുക്കറിയാം എലമെൻറ്റുകൾ എപ്പോഴും അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? അവസാന ഷെല്ലിൽ 8 വേണമെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 5 ഉണ്ട്, നമുക്കൊരു 3 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 8 ആയി. അപ്പോൾ ഈ നൈട്രോജൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈട്രോജൻ ഒന്നിങ്ങനെ നിൽക്കും. അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 5 ഇലക്ട്രോണുകളാണ് ഔട്ടർ മോസ്റ്റ് ഉള്ളത്. അതിൽ 3 എണ്ണം ഇവിടെ ഉണ്ട്, 4, 5 ഇവിടെ നിൽക്കുകയാണ്. മറ്റൊരു നൈട്രോജൻ തൊട്ട് അടുത്തിരിക്കുകയാണ്. ആ നൈട്രോജൻ്റെ ഔട്ടർ മോസ്റ്റിനകത്ത് 3 ഉണ്ട്, 4, 5 എണ്ണം ഉണ്ട്. അപ്പോൾ നൈട്രോജൻ വിചാരിക്കും നമ്മൾ എന്തിനാ മറ്റൊരാളെ തേടി പോകുന്നത്? നൈട്രോജൻ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള നൈട്രോജൻ്റെ 3 എണ്ണത്തിനെ അങ്ങ് ഷെയർ ചെയ്യും. ഈ നൈട്രോജൻ എന്ത് ചെയ്യും? തൊട്ടടുത്തിരിക്കുന്ന നൈട്രോജൻ്റെ 3 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ 2 പേർക്കും എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും. നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8 ഇവനൊക്കെട്ടായി. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ളവനുമായി. അങ്ങനെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നൈട്രോജൻ എപ്പോഴും 2 നൈട്രോജൻസിനിടയിലായിട്ട് എന്ത് ഫോം ചെയ്യും? ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ നൈട്രോജൻ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേബിളായിട്ടുള്ള ഒരു എലമെൻ്റാണ്. ഓക്കെ, നോർമൽ കണ്ടീഷനിൽ ഇവർ നല്ല സ്റ്റേബിളാണ്. കാരണം അടുത്തടുത്തിരിക്കുന്ന 2 നൈട്രോജൻ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട് അവർ ട്രിപ്പിൾ ബോണ്ടിലെത്തി. ട്രിപ്പിൾ ബോണ്ടിനൊക്കെ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ട്രോങ് ആയ ബോണ്ട് ഫോം ചെയ്ത് ഇവർ നോർമൽ കണ്ടീഷനിൽ സ്റ്റേബിൾ ആയിരിക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ് അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ ഈസ് ഇനേർട്ട്, റൈറ്റ് ഡൗൺ ദ റീസൺ. എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സ്ട്രോങ് ട്രിപ്പിൾ ബോണ്ട്. ഈ പറയുന്ന സ്ട്രോങ് ആയ ട്രിപ്പിൾ ബോണ്ട് നൈട്രോജൻ ഉള്ളതുകൊണ്ടാണ് നൈട്രോജൻ നോർമൽ കണ്ടീഷനിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇനേർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയേ, ഈ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണെന്നാണ്. അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പേര് ബുദ്ധിയുള്ളവന്മാർ ചിന്തിക്കും, ഇപ്പോൾ നമ്മൾ നൈട്രോജനെ പറ്റിയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഉത്തരം നൈട്രോജൻ എന്ന് പറയും. പൊട്ടത്തെറ്റാണ് അല്ലേ. കത്താൻ സഹായിക്കുന്ന നൈട്രോജൻ അല്ല, നമ്മളത് പഠിച്ചു. ആരാണത്? അത് ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത്. പക്ഷേ റേറ്റ് ഓഫ് കമ്പഷനെ കൺട്രോൾ ചെയ്യുന്നത്, കത്തുന്നതിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം ഏതാണ്? നൈട്രോജനാണ്. ശ്രദ്ധിച്ചോളണേ, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ, കത്തുന്നതിൻ്റെ കമ്പഷൻ്റെ തോതിനെ നിയന്ത്രിക്കുന്ന റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്യാസ് ഏതെന്ന് ചോദിച്ചാൽ അത് നൈട്രോജൻ. ഈ നൈട്രോജൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ചെടികളുടെ വളർച്ചയ്ക്ക് ഇത് ആവശ്യമാണ്. പക്ഷേ പ്രശ്നം, ഇത് നമ്മുടെ ചെടികൾക്ക് സ്വന്തമായിട്ട് ഒരിക്കലും നൈട്രോജന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നൈട്രോജനെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ആകെ ഉള്ളൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതികളാണ് ഉള്ളത്. നമുക്ക് മണ്ണിൽ നിന്ന് ചെടിയൊക്കെ എന്ത് വേണം? നൈട്രോജൻ വേണം. ഈ നൈട്രോജൻ വെച്ചിട്ടാണ് പ്രോട്ടീനൊക്കെ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നൈട്രോജൻ ഡയറക്റ്റായിട്ട് കിട്ടാനുള്ള 2 മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു നൈട്രോജൻ. അറ്റോമിക് നമ്പർ ഓഫ് നൈട്രോജൻ എന്ന് പറയുന്നത് 7, മാസ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടി 14, പിന്നെ ഒരു 0.007 ഉണ്ട്. 14 തൽക്കാലത്തേക്ക് പഠിച്ചു വെച്ചോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 5. ഈ 2, 5 ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നതും 2 നൈട്രോജൻ മോളിക്യൂൾസിനിടയിൽ. അതുകൊണ്ടാണ് ഇവർ എന്തായിട്ട് മാറുന്നത്? നോർമൽ കണ്ടീഷനിൽ ഇവർ ഇനേർട്ടായിട്ട് മാറുന്നത്. ഈ നൈട്രോജൻ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാതകമാണ്. ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു വാതകമാണ്. ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ട ഒരു വാതകം ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞില്ല, എന്നാലും ഇപ്പോൾ ഓർത്ത് വെച്ചോ. ഓക്സിജനെ പോലെ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, നിറവും മണമൊന്നും ഇല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൾബ് നിങ്ങൾക്കറിയാവോ? ബൾബ്, നമ്മുടെ ഫിലമെൻ്റുള്ള ബൾബില്ലേ? ഈ ഫിലമെൻ്റുള്ള ബൾബിൻ്റെ ഗ്ലാസ്സിനകത്തായിട്ട് നമ്മൾ നൈട്രോജൻ വാതകം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾക്കൊരിക്കലും അത് കാണാൻ പറ്റില്ല അല്ലേ? പഴയ ബൾബ് എടുത്ത് നോക്കിയേ, അതിനകത്തൊരു വാതകം ഉണ്ടെന്ന് ഒരു ചിലപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടപ്പോഴായിരിക്കും അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനകത്തുള്ള നൈട്രോജന് നിറമില്ല. ഇനി നിങ്ങളിതൊന്ന് ഗ്ലാസ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു മണവും കിട്ടത്തില്ല. സോ മണമില്ല. ഇത് വെള്ളത്തിൽ അലിയില്ല. മാത്രമല്ല അതിനെ ലിക്വിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ലിക്വിഡ് ഫോമിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ മാറ്റുന്നുണ്ട്. ഇനി യൂസ് ഓഫ് നൈട്രോജൻ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അവസാനം പറഞ്ഞുതരാം. ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? റേറ്റ് ഓഫ് കമ്പഷനെ കൺട്രോൾ ചെയ്യുന്ന ഗ്യാസ് ആരാണ്? കൺട്രോൾ ചെയ്യുന്നത് നൈട്രോജൻ ആണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവിനെ ഇവൻ ലിമിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കമ്പഷനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു. നൈട്രോജൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രോജൻ കിട്ടുന്നത് മണ്ണിൽ നിന്നാണ്. ഈ മണ്ണിൽ നിന്ന് നൈട്രോജൻ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ മണ്ണിലേക്ക് എവിടെ നിന്നാണ് നൈട്രോജൻ എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നൈട്രോജൻ കിട്ടാനുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഇടിയും മിന്നലും ഒക്കെ ഉള്ള സമയത്ത്, നിങ്ങൾക്കറിയാം അല്ലേ, നമ്മുടെ മിന്നൽ എന്ന് പറയുന്നതാണ് എനർജി എന്ന് പറയുന്നത്. ഇടി എന്ന് വെച്ചാൽ വെറും ശബ്ദം മാത്രമേ ഉള്ളൂ. നമ്മൾ മിന്നലുണ്ടല്ലോ, ആ പ്രകാശം, അവിടെയാണ് നമ്മൾ ഹൈ വോൾട്ട് എനർജി വരുന്നത്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഫുൾ എന്തുണ്ട്? നൈട്രോജൻ ഉണ്ട്. അറ്റ്മോസ്ഫിയറിൽ ഫുൾ എന്തുണ്ട്? നൈട്രോജൻ. ശ്രദ്ധിച്ച് കേട്ടോളാം, അറ്റ്മോസ്ഫിയറിൽ ഫുൾ എന്തുണ്ട്? നൈട്രോജൻ ഉണ്ട്. പക്ഷേ നൈട്രോജൻ നോർമൽ കണ്ടീഷനിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഇനേർട്ടാണെന്ന് പറഞ്ഞു. അതായത് നൈട്രോജനും മറ്റൊരു നൈട്രോജനും ചേർന്ന് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇവർ N2 എന്നതാണ്. N2 നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, മറ്റൊരാളുമായിട്ട് കമ്പൈൻ ചെയ്യത്തില്ല. പക്ഷേ ഹൈ വോൾട്ടിൽ, നമ്മളെ മിന്നൽ മുരളിക്കൊക്കെ അടിച്ച പോലത്തെ ഹൈ വോൾട്ട് മിന്നൽ വന്നടിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്പ്ലിറ്റ് ആകും. ഇവരെന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇവരാരുമായിട്ട് കമ്പൈൻ ചെയ്യും? തൊട്ടടുത്തുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യും, NO. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട? ഫസ്റ്റ് പോയിന്റ്, ദ ട്രിപ്പിൾ ബോണ്ട് ഓഫ് നൈട്രോജൻ മോളിക്യൂൾ ഈസ് ബ്രോക്കൺ
during thunder and lightning. And the nitrogen combines with the oxygen to form a nitric oxide NO. അപ്പോൾ ഇവിടെ നോക്കി N2 plus O2 gives nitric oxide NO. പക്ഷേ ഇവിടെ 2 നൈട്രോജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. പക്ഷേ ഇവിടെ അപ്പോൾ N2O2 ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, ബാലൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും? അപ്പോൾ നമുക്കറിയാം അല്ലേ എന്താണ്, നമ്മൾ ഇവിടെ ഒരു 2 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2NO ഫോം ചെയ്യും. അപ്പോൾ എണ്ണ ചെയ്യും അല്ലേ, ഇവിടെ 2, ഇവിടെ 2 നൈട്രോജൻ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. സോ ദിസ് ഈസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രോജൻ സോയിലുള്ള നൈട്രേറ്റ് ആയിട്ട് മാറുന്ന മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്താ പറഞ്ഞത്? മിന്നലുണ്ടാകുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന നൈട്രോജൻ ഈ ഹൈ എനർജി വരുന്നത് കാരണം അതിൻ്റെ ട്രിപ്പിൾ ബോണ്ടിൻ്റെ കാര്യമൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യും, നേരെ പോയിട്ട് ഓക്സിജനുമായിട്ട് ബോണ്ട് ഉണ്ടായിട്ട് എന്ത് ഫോം ചെയ്യും? നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യും. പേര് പഠിച്ചു വെച്ചോ, നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യും. ഇനി ഈ നൈട്രിക് ഓക്സൈഡ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈട്രിക് ഓക്സൈഡ് വേറൊന്നുമില്ല, വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. നൈട്രിക് ഓക്സൈഡ് അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ ഇഷ്ടമല്ല. എന്ത് ചെയ്യുന്നു, അവൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? നൈട്രോജൻ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ എന്താ പറഞ്ഞത്? 2NO ഫോം ചെയ്തു അല്ല. ഈ 2NOക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല, അവൻ നേരെ പോയിട്ട് ഓക്സിജനുമായിട്ട് അങ്ങ് ചേരും. ഓക്സിജനെ ഓടിവാ എന്നിട്ട് എന്ത് പറയും? അവർ 2NO2 ആയിട്ട് മാറും. ഇതിൽ ഈ പറഞ്ഞ NO2ൻ്റെ പേരാണ് അല്ലേ, N എന്ന് വെച്ചാൽ നൈട്രോജൻ, O2 ഓക്സിജൻ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഓക്സിജൻ ഡൈ ഓക്സൈഡ്, 2 ഓക്സൈഡ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്ത് ഫോം ചെയ്യും? നൈട്രോജൻ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, O2 ഓക്സിജൻ ആണ്, ഞാൻ ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് കേട്ടോ, ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യും? നൈട്രിക് ഓക്സൈഡ് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് എന്തായിട്ട് ഫോം ചെയ്യും? നൈട്രോജൻ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? നൈട്രോജൻ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഈ നൈട്രോജൻ ഡൈ ഓക്സൈഡ് മഴവെള്ളവുമായിട്ട് അലിയും. ആരുടെ പ്രസൻസിൽ? ഓക്സിജൻ്റെ പ്രസൻസിൽ. അതായത് അവിടെ മഴവെള്ളത്തിന് ആര് വേണം? മഴവെള്ളം മാത്രം പോരാ, കൂട്ടത്തിൽ ഓക്സിജനും കൂടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നൈട്രോജൻ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ എന്താ റിയാക്ഷൻ പറയുന്നത് നോക്ക്. ഈ പറയുന്ന NO2 നൈട്രോജൻ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്യുന്നു മഴവെള്ളത്തിലെ വെള്ളവും വാട്ടറുമായിട്ട്. പ്രസൻസ് ഓഫ് ഓക്സിജൻ ഫോമിങ് HNO3. ഇതാണ് HNO3. ഇത് നമ്മളിവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇതാണ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. എന്തായിട്ട് മാറും? നൈട്രിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ എന്താ പറഞ്ഞത്? നൈട്രോജൻ നമ്മൾ 3 സ്റ്റെപ്പ് പറഞ്ഞേ. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറ്റിയത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നൈട്രോജൻ കമ്പൈൻ ചെയ്തു ഓക്സിജനുമായിട്ട് ഫോം ചെയ്തു നൈട്രിക് ഓക്സൈഡ്. അടുത്ത് ഈ നൈട്രിക് ഓക്സൈഡ് കമ്പൈൻ ചെയ്തു ഓക്സിജനുമായിട്ട്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോമിങ് എന്താണ്? നൈട്രോജൻ ഡൈ ഓക്സൈഡ്. എത്രയാണ്? നൈട്രോജൻ ഡൈ ഓക്സൈഡ്. മൂന്നാമത്തെ സ്റ്റെപ്പ് നൈട്രോജൻ ഡൈ ഓക്സൈഡ്, ഈ പറയുന്ന നൈട്രോജൻ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്യുന്നു ആരുമായിട്ട്? 2H2O. ബാലൻസ് ചെയ്ത ഇക്വേഷൻ പറയുന്നതുകൊണ്ടാണ് അവിടെ 2 വന്നത് അല്ലേ, വെള്ളവുമായിട്ട്. ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ടു ഫോം എന്താണ്? 4HNO3. അപ്പോൾ HNO3 ആരാണ്? HNO3 ആണ് നൈട്രിക് ആസിഡ്. ഈ നൈട്രിക് ആസിഡ് നേരെ മഴവെള്ളത്തിലൂടെ മണ്ണിലോട്ട് എത്തുന്നു. അവിടുത്തെ മണ്ണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്തായിട്ട് ഫോം ചെയ്യുന്നു? സോയിൽ നൈട്രേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നൈട്രേറ്റ് സോൾട്ടുകളായിട്ട് മാറുന്നു. ഇവിടെയും ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, നോക്കിക്കോളേ. കണ്ട, നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഹൈഡ്രോജൻ 4 എണ്ണം ഉണ്ട് അല്ലേ, ഹൈഡ്രോജൻ 4 എണ്ണം ഉണ്ട്. കണ്ടോ, ഇവിടെ 2 × 2 4. അപ്പോൾ ഹൈഡ്രോജൻ 4 എണ്ണം. സോ ഇക്വേഷൻ ബാലൻസ് ആണ്, ഹൈഡ്രോജൻ ബാലൻസ് ആയി. നൈട്രോജൻ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. നൈട്രോജൻ നമുക്ക് നോക്കിയപ്പോൾ ഇവിടെ 4 നൈട്രോജൻ ഉണ്ട് അല്ലേ, 4 നൈട്രോജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയുണ്ട്? 4 നൈട്രോജൻ ഉണ്ട്. ഓക്സിജൻ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ 4 × 2 8, 8 പിന്നെ 2 എണ്ണം 10, പിന്നെ 2 12. ഇവിടെയും 4 × 3 12 അല്ലേ, 12 എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. സോ ദിസ് ഈസ് എ ബാലൻസ്ഡ് റിയാക്ഷൻ. അപ്പോൾ ബാലൻസ് ആണോ എന്നറിയാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇടതുവശത്തും വലതുവശത്തുള്ള എലമെൻറ്റുകളുടെ എണ്ണം എടുത്താൽ മതി. അങ്ങനെ നൈട്രേറ്റ് ഫോം ചെയ്യുന്നു, അത് മണ്ണിലേക്ക് എത്തുന്നു. ഇനി രണ്ടാമതൊരു മെത്തേഡുണ്ട്. ഈ രണ്ടാമതൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ബയോളജി ചിലപ്പം പഠിക്കുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ നെല്ല് നട്ട് കഴിഞ്ഞതിന് ശേഷം ഇടവിളയായിട്ട് നമ്മൾ ലെഗൂമിനസ് പ്ലാന്റുകൾ, അതായത് പയർ വർഗ്ഗത്തിൽപ്പെടുന്ന ചെടികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നടാറുണ്ട്. കാരണം ഈ പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ടിനകത്ത് ഒരു ബാക്ടീരിയ ഉണ്ട്, അതിൻ്റെ പേര് റൈസോബിയം ബാക്ടീരിയ എന്നാണ്. ഈ റൈസോബിയം ബാക്ടീരിയയ്ക്ക് ഒരു കഴിവുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ എന്തിലോട്ട് മാറ്റും? നമ്മുടെ സോയിൽ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിലൂടെയും മണ്ണിലേക്ക് എന്തെത്തും? നൈട്രോജൻ എത്തും. അപ്പോൾ ഇടിയും മിന്നലും ഒന്നും ഇല്ലാതെ ഈ പറയുന്ന ചെടി, ഏത് ചെടി? ലെഗൂമിനസ് പ്ലാന്റുകളുടെ റൂട്ടിലുള്ള റൈസോബിയം ബാക്ടീരിയ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ സോയിൽ നൈട്രേറ്റ് ആയിട്ട് മാറ്റും. ഇതിനാണ് നമ്മൾ നൈട്രോജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു ചെടി നമ്മൾ ഇപ്പോൾ നെല്ലൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇടവിളയായിട്ട് പയർ വർഗ്ഗത്തിൽപ്പെടുന്ന ചെടികൾ നടണമെന്ന് പറയും. എന്നിട്ട് എന്ത് പറ്റും, നമ്മൾ ഇടവിളയായിട്ട് അതിൻ്റെ പൈസയും കിട്ടും. എന്നിട്ട് ആ പറയുന്ന ചെടിയുടെ വേസ്റ്റൊക്കെ നമ്മൾ മണ്ണിലൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കറക്റ്റ് ആവും. ഇതാണ് പ്രകൃതിദത്തമായിട്ടുള്ള മെത്തേഡുകൾ. ഓക്കെ ആണോ? നമ്മൾ കുറേ കാര്യം പറഞ്ഞല്ലേ, അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിന് എവിടെ നിന്നാണ് നൈട്രജൻ കിട്ടുന്നത്? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഡയറക്റ്റായിട്ട് മാറ്റി ഉപയോഗിക്കാൻ എല്ലാ പ്ലാന്റുകൾക്കും ഒന്നും പറ്റത്തില്ല. അപ്പോൾ 2 മെത്തേഡാണ് ഉള്ളത്. ഒന്നാമത്തെ മെത്തേഡ്, ഇടിമിന്നൽ നടക്കുന്ന സമയത്ത് നൈട്രജൻ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു ഓക്സിജനുമായിട്ട്, ഫോമിങ് നൈട്രിക് ഓക്സൈഡ്. N2+O2 ഗീവ്സ് 2NO. ഈ നൈട്രിക് ഓക്സൈഡ് വീണ്ടും കമ്പൈൻ ചെയ്യുന്നു ഓക്സിജനുമായിട്ട്, ഫോമിങ് നൈട്രജൻ ഡയോക്സൈഡ്. അല്ലേ, എന്താണ് ഓക്കെ, ഇവിടെയാണ് റിയാക്ഷൻ. ഇവിടെ ഇത് മാറ്റിക്കൊള്ളണേ. നൈട്രജൻ ഡയോക്സൈഡിൻ്റെ NO2 ആണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ, മാറിപ്പോവല്ലേ. അപ്പോൾ എന്ത് പറ്റും, 2NO+O2 ഗീവ്സ് 2NO2. ബാലൻസ് ചെയ്ത് പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ മിനിമം റിയാക്ഷൻ എഴുതാനെങ്കിലും അറിഞ്ഞിരിക്കണം. ഇനി ഇതെന്ത് പറ്റും, ഓക്സിജൻ്റെ പ്രസൻസിൽ മഴവെള്ളവുമായി ഡിസോൾവ് ചെയ്ത് നൈട്രിക് ആസിഡായിട്ട് മാറുന്നു. നൈട്രിക് ആസിഡിൻ്റെ ഫോർമുലയാണ് HNO3. നമ്മൾ പഠിക്കേണ്ട ഫോർമുല എന്താണ്, 4NO2+2H2O+O2 ഗീവ്സ് 4HNO3. ഇതാണ് ഒരു മെത്തേഡ്. ഇത് മഴവെള്ളത്തിലൂടെ അലിഞ്ഞ് മണ്ണിൽ എത്തുന്നു, മണ്ണിൽ വെച്ച് അത് നൈട്രേറ്റ് ആയിട്ട് മാറുന്നു, നൈട്രേറ്റ് സോൾട്ട് ആയിട്ട് മാറുന്നു. രണ്ടാമത്തെ മെത്തേഡാണ് എന്ത്, ത്രൂ നൈട്രോജൻ ഫിക്സേഷൻ. റൈസോബിയം എന്ന് പറയുന്ന ലെഗൂമിനസ് പ്ലാന്റിൽ കാണുന്ന ബാക്ടീരിയ ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ സോയിൽ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഇനി ഇതല്ലാതെ നമുക്കറിയാം ഇതൊക്കെ പ്രകൃതിദത്തമായ മെത്തേഡാണ്, ഇതെപ്പോഴും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, 2 രീതി ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചും നമ്മൾ സോയിലിൽ മണ്ണിൽ നൈട്രജൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമൂഹിക ബോധം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം തന്നിട്ടുണ്ട്. ഓർഗാനിക് ഫെർട്ടിലൈസറുകളും കെമിക്കൽ ഫെർട്ടിലൈസറും തമ്മിലുള്ള വ്യത്യാസം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയും കൂടുതലാണ്. ഓർഗാനിക് എന്ന് പറയുമ്പോൾ പ്രകൃതിദത്തമായ രീതിയിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മളെ കമ്പോസ്റ്റ് വളങ്ങൾ, കമ്പോസ്റ്റ് പോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മണ്ണിലോട്ട് മിക്സ് ചെയ്ത് കയറ്റുന്ന മെത്തേഡാണ് ഓർഗാനിക് മെത്തേഡ്. എന്നാൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുന്നത് NPK എന്നൊക്കെ പറഞ്ഞ ചാക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ചാക്കിൽ NPK എന്നൊക്കെ ഇട്ടിട്ടുണ്ടാവും, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസർ വാങ്ങിച്ച് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ രീതി ഉപയോഗിക്കാം. അതിൽ ഓർഗാനിക് എന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി ആണ്. കെമിക്കൽ എന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി അല്ല, പക്ഷേ ക്രോപ്പ് ഈൽഡ് നന്നായിട്ട് കൂട്ടും. ഓക്കെ, നമ്മുടെ ഓർഗാനിക് നേച്ചർ ഓഫ് ദ സോയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓർഗാനിക് ഫെർട്ടിലൈസർ സഹായിക്കുമ്പോൾ ഈസിലി അവൈലബിൾ ആണ് ആര്, കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. സമയ നഷ്ടമൊന്നുമില്ല, നേരെ കടയിൽ പോയി വാങ്ങുക, മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇനി ഓർഗാനിക് ഫെർട്ടിലൈസർ മണ്ണിൽ ചെന്ന് ഡീക്കേ ചെയ്തിട്ട് ന്യൂട്രിയൻസ് വരാനൊരു ഡിലേ അവിടെ ഉണ്ടാവും. ഓക്കെ, കാരണം ഇത് അഴുകി മണ്ണിലോട്ട് എത്താനൊക്കെ സമയം എടുക്കും. നമ്മൾ എല്ലുപൊടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർഗാനിക് രീതികളാണ്. പക്ഷേ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ NPK പോലെയുള്ള ചാക്കിൽ കിട്ടുന്ന പാക്കറ്റ് സാധനങ്ങൾ വാങ്ങിച്ച് ഡയറക്റ്റ് ഇട്ടാൽ അത് കെമിക്കൽ. പക്ഷേ ഗുണം ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസ് ഇതിനകത്തുണ്ട്, കൊണ്ടിട്ടാൽ മതി, ടക്ക് 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 ചെടിക്ക് സാധനം കിട്ടും. പിന്നെ ഓർഗാനിക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മൈക്രോ ഓർഗാനിസങ്ങളെ ഒന്നും ഡിസ്ട്രോയ് ചെയ്യത്തില്ല. പ്രകൃതിദത്തമാണ്, അവിടെ ബാക്ടീരിയയും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ. അപ്പോൾ നല്ലത് ഓർഗാനിക്കാണ്, പക്ഷേ നമ്മുടെ ഇന്നത്തെ രീതിക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലാണെന്നേ ഉള്ളൂ. ഓർഗാനിക് സ്ട്രക്ചർ ഓഫ് ദ സോയിൽ തന്നെ മാറ്റും. കാരണം അതിനകത്തുള്ള പല നല്ല ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്നതാണ് കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഇനി ഓർഗാനിക് ആണെങ്കിൽ ഒരുപാട് അളവിൽ ഉപയോഗിച്ചാൽ അതിൽ നിന്ന് കുറച്ച് ന്യൂട്രിയൻസെങ്കിലും കിട്ടുകയുള്ളൂ. കെമിക്കൽ അതിന് ആവശ്യമില്ല. മാത്രമല്ല എന്ത് ചെയ്യും, സോയിൽ അസിഡിറ്റി എന്ത് ചെയ്യും, ഇത് വർദ്ധിപ്പിക്കും. ഓക്കെ, ഇനി റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ അല്ലേ. ഓർഗാനിക് ആകുമ്പോൾ അതിനകത്ത് ഇപ്പോൾ നൈട്രജൻ പോലുള്ള സാധനം വെള്ളത്തിൽ അലിയില്ല എന്നൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു. അപ്പോൾ ഓർഗാനിക് ആകുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, വളരെ ചെറിയ അളവിൽ മണ്ണിനോട് മിക്സ് ചെയ്ത് അങ്ങ് പൊക്കോളും. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസർ തൊട്ടടുത്തുള്ള വാട്ടർ ബോഡിയെ പൊല്യൂട്ട് ചെയ്യും, മണ്ണിനെ പൊല്യൂട്ട് ചെയ്യും, ഇല്ലാതാക്കും. സോ നല്ലത് ഏതെന്ന് ചോദിച്ചാൽ ഓർഗാനിക്, പക്ഷേ സാഹചര്യം അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ കൃഷി പഠിക്കുന്നല്ലേ, നമ്മൾ അഗ്രികൾച്ചർ പഠിക്കുന്ന പിള്ളേരെ പോലെ ആയിപ്പോയി അല്ലേ. നമ്മൾ ചെടിയുടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക കെമിസ്ട്രി ക്ലാസ്സിൽ. ശരി, ഇനി വരുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു തന്നല്ലേ. ബൾബിനകത്ത് കാണാൻ ആലോചിച്ചാൽ മതി, അവിടെ നിറവും ഇല്ല, പൊട്ടിച്ചു കഴിഞ്ഞാൽ മണവും വരത്തില്ല, വെള്ളത്തിൽ അലിയത്തില്ല. അതുകൊണ്ടാണ് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞത്. ലിക്വിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങൾ ലിക്വിഡ് നൈട്രോജൻ എന്നൊരു സാധനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ലിക്വിഡ് നൈട്രോജൻ നമ്മൾ എന്ത് മുക്കിയാലും സെക്കൻഡ് കൊണ്ട് അത് ഫ്രീസ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറ്റും, പക്ഷേ ബുദ്ധിമുട്ടാണ്. ഇനി നൈട്രോജൻ്റെ ഉപയോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഒന്ന്, അമോണിയ എന്ന് പറയുന്ന സാധനം വളം. നിങ്ങൾ അമോണിയ കേട്ടിട്ടുണ്ടല്ലോ. അമോണിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. നൈട്രോജൻ അടങ്ങിയിട്ടുള്ള NPK പോലത്തെ ഫെർട്ടിലൈസർ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ലിക്വിഫൈഡ് നൈട്രോജൻ ഈസ് യൂസ്ഡ് എസ് റെഫ്രിജറൻറ്റ്. ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഇത് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറ് ഉണ്ട്. ഇനി നമുക്കറിയാം, നമ്മൾ റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ N2 എന്ന് എഴുതി വെച്ചേക്കും അല്ലേ. കാരണം എന്താ, എയർ അടിക്കാൻ പോകുന്ന കടകളുടെ സൈഡിൽ കാണും.
കാരണം ഇപ്പോൾ എയറിന് പകരം നമ്മൾ വണ്ടികളിലെ ടയറിനകത്ത് നൈട്രജൻ അടയ്ക്കും. കാരണം നൈട്രജൻ നല്ല രീതിയിൽ ഇനേർട്ടാണ്, മാത്രമല്ല കുറേ ഒരുപാട് ഗുണങ്ങൾ നൈട്രജനുണ്ട്. ഓക്കെ, ഒന്ന് ഇനേർട്ടല്ല, പിന്നെ അതിനകത്ത് ഈ ഈർപ്പത്തിൻ്റെ അളവ് ഒട്ടും കാണത്തില്ല, അപ്പോൾ തുരുമ്പിക്കാതെയൊക്കെ ഇരിക്കും ടയറ്, പിന്നെ കുറച്ച് ഡെൻസിറ്റിയുടെ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഫുഡ് പാക്കറ്റ്സിനകത്ത് ഓക്സിജൻ്റെ അളവ് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നൈട്രജൻ എന്ന് പറയുന്നത് കമ്പഷൻ്റെ അളവ് കുറയ്ക്കും ബൈ ലിമിറ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്ന് പഠിച്ചു അല്ലേ. ഓക്സിജൻ്റെ അളവ് എപ്പോഴും ഈ നൈട്രജൻ കുറച്ച് കളയും. അതുകൊണ്ട് തന്നെ ഫുഡ് പാക്കറ്റ്സിനകത്ത് ഈ ഫുഡ് കേടാവുന്നത് എപ്പോഴും ഓക്സിജനുമായിട്ട് ഇവിടുത്തെ ബാക്ടീരിയ ഒക്കെ റിയാക്ട് ചെയ്യുമ്പോഴാണ്. ബൾബിനകത്ത് നമ്മൾ നൈട്രജൻ നിറച്ചതും ഫുഡ് പാക്കറ്റുകൾക്കകത്ത് നൈട്രജൻ നമ്മൾ നിറയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഓക്സിജൻ ഇല്ലാതാക്കാനാണ്. ഇപ്പോൾ ഫിലമെൻ്റുള്ള ബൾബിനകത്ത് നമ്മൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഇത് ഓക്സിഡൈസ് ചെയ്ത് ഫിലമെൻറ്റ് പൊട്ടിപ്പോവും. ഫുഡ് പാക്കറ്റിനകത്ത് ഓക്സിജൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് പറ്റും, ബാക്ടീരിയകൾ ആക്ട് ചെയ്ത് ഫുഡ് കേടാവും. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കാൻ നമ്മൾ എന്ത് ഫില്ല് ചെയ്യും, നൈട്രജൻ ഫില്ല് ചെയ്യും. ഈ ബൾബിൻ്റെ കാര്യം അടുത്ത കൊല്ലം ഫിസിക്സിൽ പഠിക്കും. ഫുഡ് പാക്കറ്റിൻ്റെ കാര്യം ഇപ്പോൾ തന്നെ ഓർത്ത് വെച്ചോ. ഓക്കെ, പ്രസൻസ് ഓഫ് ഓക്സിജൻ ഫുഡ് പാക്കറ്റ്സ്, കാരണം ഫുഡ് ഡീക്കേ ആകാതെ ലോങ് ടൈം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ നൈട്രജനെ പറ്റി പഠിച്ചത്. ഓക്കെ ആണോ? അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ നൈട്രജൻ്റെ യൂസ് നമ്മൾ പറഞ്ഞു. അമോണിയയുടെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു, നൈട്രജൻ ഫെർട്ടിലൈസറിന് വേണ്ടി ഉപയോഗിക്കുന്നു, റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കുന്നു, വെഹിക്കിൾ ടയറിൽ ഉപയോഗിക്കുന്നു, ഓക്സിജൻ്റെ അളവ് ലിമിറ്റ് ചെയ്ത് ഫുഡ് ലോങ് ടൈം സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഈ പറയുന്ന നൈട്രജൻ നമുക്ക് ചെടിക്ക് ആവശ്യമാണ്. അത് ഡയറക്റ്റായിട്ട് കിട്ടുന്ന രണ്ട് രീതി പഠിച്ചു. ഇനി നമുക്കും സപ്ലൈ ചെയ്യാൻ പറ്റും, ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ രൂപത്തിലും കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ രൂപത്തിലും. അതിൽ ഓർഗാനിക്കാണ് നല്ലത്, കാരണം അത് എക്കോ ഫ്രണ്ട്ലി ആണ്. അതെന്ത് ചെയ്യും, മണ്ണിൻ്റെ നേച്ചറിനെ ഇല്ലാതാക്കത്തില്ല. ന്യൂട്രിയൻസ് കിട്ടാൻ കുറച്ച് ഡിലേ ഉണ്ടാവുമെങ്കിലും അത് മൈക്രോ ഓർഗാനിസത്തിനെ ഇല്ലാതാക്കാത്തത് കൊണ്ട് തന്നെ എന്താണ്, അത് പൊല്യൂഷൻ ഇല്ലാതാക്കത്തില്ല മാത്രം, പക്ഷേ ക്വാണ്ടിറ്റി കൂടുതൽ വേണം. കെമിക്കൽ വരുമ്പോഴത്തേക്കും മാറുന്നു. ക്രോപ്പുകളിൽ പെട്ടെന്ന് കൂട്ടിത്തരും, ഈസിലി അവൈലബിൾ ആണ്. NPK എന്ന് പറയുന്ന മെയിൻ ന്യൂട്രിയൻസ് എല്ലാം പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നു. ഓർഗാനിക് സ്ട്രക്ചറിന് അത് ചേഞ്ച് ചെയ്യുമെന്നുള്ളത് ഒരു കുഴപ്പമാണ്. അസിഡിറ്റി കൂട്ടും എന്നുള്ളത് കുഴപ്പമാണ്. പൊല്യൂഷൻ കോസ് ചെയ്യും എന്നുള്ളത് ഒരു കുഴപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈട്രജൻ. അപ്പോൾ ഇനി പഠിക്കാൻ നമ്മൾ പോകുന്നത് ഓക്സിജനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓക്സിജനെ പറ്റി പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിലാക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.